നമസ്കാരം. എപ്പോഴും ഹാപ്പി ആണല്ലേ പേരിൽ തന്നെ. ഞങ്ങളുടെ ഫാമിലി ഹാപ്പിയാണ്. ഹാപ്പി ഫാമിലി. ഞാനൊന്ന് അപ്പുറത്തേക്ക് കടന്നാലോ? ബൈജു, വൈഫ് ആൻസി, അതുപോലെ തന്നെ മോള് സ്കിലാച്ചി. ഞാൻ പേര് പഠിച്ചു. എന്താ അങ്ങനെ ഒരു പേര്? അതൊരു ഫുട്ബോൾ കളിക്കാരന്റെ പേരാണ്. നമ്മളോടാ, എന്നോട് ക്രിസ്ത്യനിക്ക് പിന്നെ അറിയേണ്ടതാണല്ലോ അല്ലെ. സ്കിലാച്ചി. അപ്പൊ എക്സാം ഇന്നും ആണോ? അപ്പൊ മണിച്ചേട്ടനുമായിട്ടുള്ള ആ ഒരു അസോസിയേഷൻ പെട്ടെന്ന് പറയുന്നത് നമുക്ക് പാട്ട് പാടാം. ചേട്ടന്റെ ഓർമ്മ വരാണെങ്കിൽ ഞാനൊക്കെ ചെറുപ്പത്തിലെ ഞങ്ങള് കുളിക്കുന്ന സ്വഭാവമുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞങ്ങള് ചാലക്കുടി പുഴയിലാണ് കുളിക്കാറ് മിക്കപ്പോഴും വന്ന്. അപ്പോ ഞങ്ങൾ ഇപ്പുറത്ത് കുളിക്കുമ്പോ, മേലൂര് ഇപ്പുറത്ത് കുളിക്കുമ്പോ മണിച്ചേട്ടൻ ആ സൈഡില് തൊട്ട് നേരെ തന്നെ ഉണ്ടാവും. അപ്പൊ ആദ്യമായിട്ട് ഞാൻ മണിച്ചേട്ടനെ കാണുന്നത് ചാലക്കുടി പുഴയിൽ വെച്ചാ. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു മണിച്ചേട്ടന്. കുളിക്കുമ്പോ പാട്ടൊക്കെ പാടിയിട്ടായിരിക്കും ആള് കഴുത്തോളം വെള്ളത്തിൽ നിന്നിട്ട് അവിടെ പാട്ടൊക്കെ പാടും. അപ്പൊ ഞങ്ങൾക്കൊരു അന്ന് കലയിലേക്കൊക്കെ വരാനൊരു പ്രചോദനം ശരിക്കും പറഞ്ഞ മണിച്ചേട്ടൻ തന്നെയാണ്. അപ്പൊ അതൊരു തുടക്കം മണിച്ചേട്ടനെ കണ്ടത് അവിടെയാണ്. പിന്നീട് ഞാൻ മണിച്ചേട്ടനെ ഇവിടെ കണ്ണമ്പുഴ ഉത്സവത്തിന്റെ അന്ന് ഉത്സവം നടക്കുന്ന സമയത്ത് മണിച്ചേട്ടന്റെ അടുത്തേക്ക് നേരിട്ട് ചെന്ന് ചോദിക്കുകയും ചെയ്തത്, മണിച്ചേട്ടാ എന്റെ മിമിക്രി ഒന്ന് കേൾക്കുക കുറച്ചു നേരം എന്ന് പറഞ്ഞിട്ട്. ചെറുപ്പത്തിലെ മണിച്ചേട്ടന്റെ മുമ്പിൽ മിമിക്രി അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം 2014 മണിച്ചേട്ടന്റെ കയ്യിൽ നിന്ന് കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ഒന്നാം സമ്മാനം 15 ലക്ഷം രൂപയും മണിച്ചേട്ടൻ ഒപ്പിട്ട സർട്ടിഫിക്കറ്റും മണിച്ചേട്ടന്റെ കയ്യിൽ നിന്ന് ട്രോഫിയും മേടിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അതാണ് ഞാൻ മറക്കാനാവാത്ത ഏറ്റവും വലിയ അനുഭവം. ഈ 9 വർഷത്തിന് ശേഷം ആ മണിച്ചേട്ടന്റെ ചിരിയും ഡയലോഗും ഒന്ന് പറയാൻ പറ്റുമോ പെട്ടെന്ന്? എനിക്ക് മണിച്ചേട്ടന്റെ പാട്ടുകളാണ് ഞാൻ കൂടുതൽ പാടുന്നത്. ഞങ്ങളൊരു പാട്ട് പാടിയാ ഇഷ്ടപ്പെടോ? 2 പ്രാവശ്യം ഇഷ്ടപ്പെടും. വേഗം പാടിക്കോ. ഹാപ്പി ഫാമിലിയെ സംബന്ധിച്ച് നെഗറ്റീവ് ഇല്ല, അതായത് സാഡ് ഇല്ല, ഹാപ്പി തന്നെയാ. അപ്പൊ മണിച്ചേട്ടന്റെ പാട്ട് എപ്പോഴും ഞങ്ങൾ പാടുന്നത് അടിച്ചുപൊളി പാട്ടുകളെ പാടുള്ളൂ. ഓക്കെ. വരുത്തന്റെ പമ്മൊളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പറക്കം പാച്ചിലിനൊടുക്കം കിട്ടിടി തങ്കമ്മേ. വരുത്തന്റെ പമ്മൊളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പറക്കം പാച്ചിലിനൊടുക്കം കിട്ടിടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ, ഈ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ, ഈ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. വരുത്തന്റെ പമ്മൊളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പറക്കം പച്ചിലിനൊടുക്കം കിട്ടിടി തങ്കമ്മേ. ആ ചിരി കൂടെ ആയിരുന്നു തോന്നല്ലേ പാടുന്ന. ഇനി ഒരെണ്ണം കൂടെ പാടുന്നോ? ഫാമിലി ആയിട്ട് പാടുമെന്ന് പറഞ്ഞിട്ട് അതാ അനങ്ങിയില്ല, 2 ഡാൻസ് കളിക്കണുള്ളൂ. ആണോ? മണിച്ചേട്ടന്റെ അല്ല അല്ലേ? ഹിന്ദി പാട്ടൊക്കെ. ഓ അത് ശരി. എള്ളുള്ളേരി ഇല്ല. ആ ഡ്രസ് ചേഞ്ച് എല്ലാം കൂടെ പഠിപ്പിക്കണേ. കാരണം ഞങ്ങളെ കൂടെ പഠിപ്പിക്കണം. നമ്മൾ ഈ മോർണിംഗ് വാക്കിൽ രാവിലെ ഒരു ഡ്രസ്സിൽ വരുന്നു, കറങ്ങി വരും, പഠിപ്പിക്കണേ. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ മിമിക്രി ചെയ്യും. മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. ഒരു മിമിക്രിയിൽ ചെയ്യും. ഇപ്പൊ ആലോചിക്കാൻ സമയം വേണമെന്നുണ്ടെങ്കിൽ ഒരു പാട്ടൂടെ പാടും. ഇപ്പൊ ഒരു കുഞ്ഞ് പട്ടിക്കുട്ടി അവിടെ നിക്കാന്ന് വിചാരിക്കും. അപ്പൊ അതിന്റെ ചെവിയിൽ നമ്മൾ പിടിച്ചേക്കാണ്. സോ അത് കരയുന്നത് പട്ടിക്കുട്ടിയാ. കല്ലെറിഞ്ഞായിരുന്നു. ഒരു കയ്യടി പ്രേക്ഷകരോട് ഇരുന്ന് കാണുന്നുണ്ടാവും, ആസ്വദിക്കുന്നുണ്ടാവും. ഈ മിമിക്രി ഇത്രയും ജനകീയനാക്കിയ ഒരു കലാകാരനാണ് അല്ലെ? തീർച്ചയായിട്ടും. മണിച്ചേട്ടൻ ഒരുപാട് പേർക്ക് പ്രചോദനമായിരുന്നു. പിന്നെ ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്ത് പറയുന്നത്, മണിച്ചേട്ടൻ നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു. അതായത് മറ്റുള്ളവരെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉള്ളതുകൊണ്ടാണ് ഇന്നും എല്ലാവരുടെ ഹൃദയങ്ങളിലും, അതായത് ലോകമെമ്പാടും മലയാളികളുള്ളിടത്ത് എല്ലായിടത്തും ഈ മണിച്ചേട്ടൻ്റെ അനുസ്മരണം നടക്കുന്നു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. വൈഫിന്റെ അമ്മയൊക്കെ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ ഇവിടുന്ന് 10 ചാക്ക് അരിയൊക്കെ കൊടുത്തേക്ക് അവിടുത്തെ പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി. അതൊക്കെ നമുക്ക് അവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടിട്ട്. അപ്പൊ മണിച്ചേട്ടന്റെ ഏറ്റവും വലിയ ഒരു നന്മ എന്ന് പറയുന്നത് എമ്പതിയാണ് അല്ലേ? കാരണം മറ്റൊരാൾക്ക് ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് എന്റെ വേദനയാണെന്ന് മണിച്ചേട്ടന് മനസ്സിലാവും. തീർച്ചയായിട്ടും. എന്താണ് ആവശ്യം അവിടെ എല്ലാം എത്തിയിരിക്കും. മണിച്ചേട്ടൻ ഇന്ന കാര്യമാണ്, ഇങ്ങനെ ഇത്രയും ആൾക്കാർക്ക് കൊടുക്കണം. അതിനെന്താ ഞങ്ങൾ വിചാരിക്കണേം കാട്ടി മനസ്സ് നിറയെ സാധനങ്ങളായിട്ട് അവിടെ എത്തിച്ചിരിക്കും മണിച്ചേട്ടൻ.
പിന്നെ മണിച്ചേന്റെ അടുത്ത് പറയുന്നത് ഒരു 100 രൂപ മണിച്ചേണ്ട് കിട്ടിക്കഴിഞ്ഞാൽ 80 രൂപയും മറ്റുള്ളവരെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാ, ഹാപ്പിനെസ്സിന് വേണ്ടിട്ട്. അതാണ് മണിച്ചേന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പെട്ടെന്ന് നമുക്ക് ഒരു പാട്ടൂടെ പാടിയാലോ? ഒരു അടിപൊളി പാട്ടൂടെ എല്ലാരും പാടണേ. അടിപൊളി അടിച്ചോളി 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 അടിച്ചോളി. എനിക്ക് ഈ സ്റ്റേജിൽ മൈക്ക് പിടിച്ച ഒരു പരിചയമായി പോയി. ഓക്കെ, അപ്പോ മണിച്ചേന്റെ ഒരു അടിച്ചുപൊളി ഗാനം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ല് കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ല് കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. അടിപൊളി അടിപൊളി. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. മണിച്ചേട്ടൻ കാണിച്ചു തന്ന ആ നല്ല മാതൃകകൾ മറ്റുള്ളവരുടെ സങ്കടത്തിലൊക്കെ സഹായിക്കുന്ന ആ ഒരു രീതിയിൽ പോവുക, മറ്റുള്ളവരെയും അത് കാണിച്ചു കൊടുക്കുക. താങ്ക് യു സോ മച്ച് നമ്മുടെ മോർണിംഗ് വാക്കിൽ. അപ്പോ ഡ്രസ് ചേഞ്ചിങ് പഠിപ്പിക്കാൻ മറക്കണ്ട. പിന്നെ താങ്ക് യു സോ മച്ച്.